നന്ദന കത്തുന്ന മിഴികളോടെ അവളെ നോക്കി. എന്തു വേണമെന്ന് എനിക്കറിയാടി. ചേച്ചി പറ്റുന്നത് എന്താണോ അത് ചെയ്യ്. വരുന്നതൊക്കെ നേരിടാൻ ഈ കല്യാണി റെഡിയാണ്. ഓ, പുതിയ രക്ഷകൻ വന്നിട്ടുണ്ടല്ലോ. നാണമില്ലേടി ഒരേ സമയം രണ്ടുപേരെ കൊണ്ടു നടക്കാൻ. ഡി, അനാവശ്യം പറഞ്ഞ ചേച്ചിയൊന്നും ഞാൻ നോക്കില്ല. കാരണം കുത്തി അടിച്ചു പൊട്ടിക്കും കേട്ടോടി. കല്യാണിയുടെ മറ്റൊരു മുഖം കണ്ട് നന്ദ പകച്ച് അവളെ നോക്കി. ഇങ്ങനൊരു മുഖം അവൾ ആദ്യമായി കാണുന്നതാണ്. നിന്റെ നക്കൊണ്ട് ഇനി എന്നെ പറ്റി അനാവശ്യം പറഞ്ഞാ കേട്ടോണ്ട് നിൽക്കില്ല. നീ ചെയ്യുന്നത് മറ്റുള്ളവരും ചെയ്യണമെന്ന് കരുതിയിരിക്കുന്ന നിന്നോട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നീ എന്നെ എന്താ വിളിച്ചേ? എടിയെന്നോ? അതേടി, ചേച്ചിയുടെ സ്ഥാനം നീ മറന്നാ ഞാനും അതങ്ങ് മറക്കും. നിന്നെ ഞാൻ കാണിച്ചു തരാടി. ഇനി എന്താ കാണിക്കാനുള്ളത്? നിന്നെ കൊണ്ട് കഴിയുന്നത് നീ ഇവിടെ ചെയ്തിട്ടില്ലേ പോയേ? അത് തരണം ചെയ്തെങ്കിൽ ഇനിയും കഴിയും. ഓ, സ്വയധ്വാനിക്കുന്നതിന്റെ കുത്തല്ലേ നിനക്ക്? ആണെന്ന് കരുതിക്കോ, അതിനും അന്തസ് വേണം. പിന്നെ ഇത് നീ തന്നെ പറയണം. ഞാൻ കൊണ്ടുവന്ന് തന്നെയാ നീയും പഠിച്ചതും തിന്നതൊക്കെ. നീ കണക്ക് പറയുവാണോ? പറയുന്നതല്ല, നീ പറയിപ്പിച്ചതാ. സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് ചേച്ചി. ആ പരിധി കഴിഞ്ഞാൽ പ്രതികരിക്കാത്തവർ പോലും പ്രതികരിച്ചു പോവും. ഒന്ന് നിർത്തുന്നുണ്ട് രണ്ടാളും കൂടി. നന്ദിനി പൊട്ടിത്തെറിച്ചു. നീ എന്തിനാ ഇവിടെ വന്നേ? ഭാഗം ചോദിക്കാനല്ലേ? നന്ദയോട് അവർ ചോദിച്ചു. എൻ്റെ അവകാശം എനിക്ക് കിട്ടണം. വയറ്റിൽ കൊടുത്തൊരു ജീവൻ നശിപ്പിച്ചിട്ടും ഒരു വിഷമോ ഇല്ലേ നന്ദി നിനക്ക്? നീ എൻ്റെ മോൾ തന്നെയാണോ? അവൾ വയറ്റിലുണ്ടായ കുഞ്ഞിനെ കളഞ്ഞിട്ട് ഭാഗം ചോദിക്കാൻ വന്നിരിക്കുന്നു. ഈ 30 സെന്റ് വീടും കിട്ടിയിട്ട് കോടിക്കണക്കിന് ആസ്തിയുള്ള തമ്പിക്ക് പുഴുങ്ങി തിന്നാനാണോ? അമ്മയ്ക്ക് ഇപ്പോഴാണോ മനസ്സിലായത്? ഈ വസ്തുവിന് വേണ്ടി പണ്ട് തമ്പി കുറെ നടന്നെന്ന് അമ്മ തന്നെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിട്ടുള്ളത്. ഇനി അയാളാണോ നമ്മുടെ അച്ഛനെ? നിർത്തടി, എൻ്റെ മിഥുനന്റെ വീട്ടുകാരെ പറഞ്ഞാൽ ഞാൻ കേട്ടിരിക്കില്ല. അവള് പറഞ്ഞതില് എന്താ തെറ്റ്? ഇത് പറഞ്ഞോണ്ട് എൻ്റെ മോള് ഇനി ഇവിടെ നിൽക്കണ്ട. കെട്ടുവനെ വിളിച്ച് പോവാൻ നോക്ക്. ദേഷ്യത്തിൽ പറഞ്ഞിട്ട് നന്ദിനി അകത്തേക്ക് പോയി. അമ്മയുടെ മാറ്റം ഉൾക്കൊള്ളാൻ നന്ദയ്ക്ക് കഴിഞ്ഞില്ല. അമ്മ കൂടെ നിൽക്കും എന്നവൾ കരുതിയത്. അവൾ അടുത്തത് എന്ത് വേണമെന്ന് ആലോചിച്ചുകൊണ്ട് മുറിയിലേക്ക് നടന്നു. കല്യാണി റെഡിയായി പാലുമായി അമ്പലത്തിലേക്ക് ഇറങ്ങി. കലിങ്ങിന്റെ അവിടെ മിഥുന്റെ കാർ കണ്ടതും വല്ലാത്തൊരു ഭയം മനസ്സിൽ തോന്നി. നടന്നു പോകാമെന്ന് കരുതിയത് മണ്ടത്തരായെന്ന് തോന്നി. സ്കൂട്ടിയിലായിരുന്നെങ്കിൽ സ്പീഡിൽ പോയാൽ മതിയായിരുന്നു. അവൻ വണ്ടിയിൽ ചാരി നിൽക്കുവാണ്. അവനരികിൽ എത്തിയതും അവൾ സ്പീഡിൽ നടന്നു. കല്ലുമോൾ അവിടെ നിന്നേ. ചേട്ടൻ എത്ര നേരമായി മോള് പാലുമായി പോകുന്നത് നോക്കി നിൽക്കുവാണെന്നോ? വീട്ടിൽ വെച്ച് മിണ്ടിയ ശരിയാവില്ല എന്ന് തോന്നി കാത്തുനിന്താ ചേട്ടൻ്റെ പൊന്നുമോളെ. പൊന്നുമോളെ ഇപ്പൊ കൊണ്ടുവിട്ടില്ലേ, അവളെ പോയി വിളിക്ക്. അവൾ ദേഷ്യത്തിൽ പറഞ്ഞു. നിങ്ങളുടെ അന്യത്തിന്റെ സ്ഥാനാണ് ഇപ്പൊ എനിക്ക്. അത് മറന്ന് നിങ്ങൾ പെരുമാറരുത്. എടി, നിനക്ക് വേണ്ടിയാ മിഥുൻ ഒന്നിനും കൊള്ളാത്ത ആ ബുദ്ധിയില്ലാത്ത കഴുതയെ കെട്ടിയത്, നിന്നെ നേടാൻ. അത് നിന്റെ തോന്നൽ മാത്രമാണ് മിഥുൻ. നീ എന്നിൽ നിന്നും രക്ഷപ്പെടുമെന്ന് നിന്റെ തോന്നല കല്ലുമോളെ. കല്യാണി ഒരു ഹരമാണ് മിഥുന്. നിനക്ക് കിട്ടിയതൊന്നും പോരെ? ഹരിയോട് പറഞ്ഞ് നീ എന്നെ മൂക്കി കേറ്റോടി. അതോ പുതുതായി വന്ന ബാങ്ക് മാനേജറുടെ ബലത്തിലാണോ നീ കിടന്ന് ചിലക്കുന്നേ? ഇനി നിന്റെ അച്ഛനുണ്ടായതാണോ അയാള്? ആണോടി? ആദ്യം നീ നിന്റെ തള്ളയുടെ അടുത്ത് പോയി ചോദിക്ക്, നിന്റെ തമ്പി തന്നെ ആണോ എന്ന്. എന്തു പറഞ്ഞടി നീ? അവൻ അവളെ അടിക്കാനായി കൈ ഉയർത്തിയതും അവൾ അവന്റെ കയ്യിൽ കയറി പിടിച്ചു. നിന്റെ തോന്നിവാസം ഇനി ഈ കല്യാണിയുടെ അടുത്ത് വേണ്ട. അവൾ അവന്റെ കൈ കുതിറി എറിഞ്ഞു. എടി, നിന്നെ ഞാൻ. അവൻ അവളുടെ കൈ പിടിച്ച് തിരിച്ച് അവളുടെ വയറിലൂടെ ചുറ്റിപ്പിടിച്ചു. അവന്റെ ആ പിടിയിൽ കുതിരാൻ പോലും അവൾക്ക് കഴിഞ്ഞില്ല. അവളുടെ കയ്യിൽ നിന്നും പാൽപാത്രം താഴെ റോട്ടിലേക്ക് വീണ് മുഴുവൻ വെള്ള നിറമായി. പെട്ടെന്ന് അവർക്ക് മുന്നിൽ ഒരു ബുള്ളറ്റ് വന്ന് നിന്നു. കോട്ടും ഹെൽമറ്റ് ഇട്ട ഒരാളിറങ്ങി. ഹെൽമറ്റ് ഊരിമാറ്റി അതൊരു പെൺകുട്ടിയായിരുന്നു. തോളോടൊപ്പം മുറിച്ചിട്ട മുടി ഒന്ന് കുടഞ്ഞു. ഇതെന്താ, സിനിമ ഷൂട്ടിംഗ് ആണോ? അവൾ അവനിൽ നിന്നും കല്യാണിയെ പിടിച്ചു മാറ്റി. അതറിഞ്ഞിട്ട് നിനക്കെന്തു വേണം? നീ ഏതവളാ? ഇവിടെ കണ്ടിട്ടില്ലല്ലോ.
ഈ നാട്ടിലെ പെൺപിള്ളേരെ മുഴുവൻ ചേട്ടനറിയോ? എന്തിനാ മോനെ നടുറോട്ടി കിടന്ന് പാവപ്പെട്ട പെൺകുട്ടികളോട് തെമ്മാടിത്തരം കാണിക്കുന്നേ? എന്നാ നീ ഇങ്ങുവാടി, നിന്നോട് കാണിക്കാം. ആഹാ ചക്കരക്കുട്ടാ. അവൾ അവൻ്റെ തടയിൽ പിടിച്ചു കൊഞ്ചിച്ചു. ഏട്ടനെ പോലുള്ളവരെ എനിക്ക് എന്ത് ഇഷ്ടമാണെന്നോ? പെട്ടെന്ന് വായുവിലൊന്ന് കറങ്ങി അവൻ്റെ നാവിലേക്ക് അവൾ കാൽമുട്ട് കയറ്റി. പെട്ടെന്നുള്ള അവളുടെ പ്രവൃത്തിയിൽ അവൻ വയറിൽ കൈപ്പൊത്തി താഴേക്കിരുന്നു പോയി. ചേട്ടൻ ഇതുപോലെ പാവം പിടിച്ച പെൺകുട്ടികളെ കണ്ടിട്ടുള്ളൂ, ഉഷിരുള്ള പെൺകുട്ടികളെ കണ്ടിട്ടില്ല. അതിൻ്റെ കുറവാ തനിക്ക്. ഏതെങ്കിലും പെൺപിള്ളേരോട് തോന്നിയ ദിവസം കാണിക്കാൻ ശ്രമിക്കുമ്പോൾ ഇതൊന്ന് ഓർത്താ നന്ന് പറഞ്ഞിട്ട് അവൾ കല്യാണിയുടെ നേരെ തിരിഞ്ഞു. ഒരുപാട് പാവാവരുത് പെൺപിള്ളേര്. അങ്ങനെ പാവായ ദാ ഇവനെ പോലുള്ളവർ കയറി നിരങ്ങും. തറയിലിരുന്ന് പുളയുന്നവനെ നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. കുട്ടി പോക്കോ, ഇവൻ്റെ ശല്യം ഇനി ഉണ്ടാവില്ല. ഒരുപാട് നന്ദിയുണ്ട്. അവൾ ചിരിച്ചു. ആ ചിരിയിൽ ഒരുപാട് ഭംഗിയാണ് അവൾക്കെന്ന് കല്യാണിക്ക് തോന്നി. കല്യാണി തിരിഞ്ഞു നടന്നു. ഏയ് കുട്ടി, 1 സെക്കൻഡ്. കല്യാണി അവളെ നോക്കി. ഈ SPT ബാങ്ക് മാനേജർ ആദിത്യൻ്റെ വീടറിയോ? ഇപ്പോൾ ട്രാൻസ്ഫറായി വന്ന. ആ അറിയാം. നിങ്ങളാരാ? ഞാൻ മൃദുല, ആദിത്യൻ്റെ വൈഫാണ്. കല്യാണിയുടെ കണ്ണുകൾ വിടർന്നു. അവൾ സന്തോഷത്താൽ മൃദുലയെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. മൃദുവിന് ഒന്നും മനസ്സിലായില്ല. ആദിത്യൻ്റെ വൈഫാണെന്ന് പറഞ്ഞപ്പോൾ ഈ കൊച്ചു എന്തിനാ എന്നെ കെട്ടിപ്പിടിക്കുന്നേ? ഏയ് എന്തു പറ്റി? ഇങ്ങനൊരാളെയല്ലേ പ്രതീക്ഷിച്ചേ എൻ്റെ ആദ്യേട്ടനെ മൃദുവായിട്ട്. അമ്മ പറഞ്ഞതിലും ഒരുപാട് മാറ്റമുണ്ട് ചേച്ചിക്ക്. എനിക്ക് മനസ്സിലായില്ല കുട്ടിയെ. ചേച്ചിക്ക് എന്നെ അറിയില്ല, എനിക്കറിയാം. വാ, ഞാൻ കൊണ്ടുപോകും ആദ്യേട്ടൻ്റെ അരികിലേക്ക്. മൃദു അവൾ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ബുള്ളറ്റിലേക്ക് കയറി. കല്യാണി അവളുടെ പുറകിലും. അവൾ പറഞ്ഞു കൊടുത്ത വഴിയിലൂടെ മൃദുല ബുള്ളറ്റ് പായിച്ചു വിട്ടു. വീടിന് മുറ്റത്തെത്തി അവൾ വണ്ടി ഓഫ് ചെയ്തു. അതിൽ നിന്നിറങ്ങി ചുറ്റും നോക്കി. ശാന്തമായ സ്ഥലം. വല്ലാത്ത ഒരു പോസിറ്റീവ് വൈബാണ് അവൾക്ക് അനുഭവപ്പെട്ടത്. വാ ചേച്ചി. കല്യാണി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു. വണ്ടിയുടെ ശബ്ദം കേട്ട് ആരാണെന്ന് നോക്കാൻ വന്ന അമ്മ കല്യാണിയുടെ കൂടെ മൃദുവിനെ കണ്ട് അമ്പരന്നിരുന്നു. അവർ അവളെ ആകെ ഒന്ന് നോക്കി. പഴയ മൃദുലയിൽ നിന്നും ഒരുപാട് മാറിയിരിക്കുന്നു. അമ്മേ, അവൾ വിളിച്ചു. വാ മോളെ. 2 കൈകളും അവളുടെ നേരെ നീട്ടി. മൃദുല ഓടി അവളുടെ നെഞ്ചിലേക്ക് വീണു. 2 പേരും കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അത് കണ്ട് കല്യാണിയുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു. ആദ്യം എവിടെ അമ്മേ? അവൻ കുളിക്കുക മോളെ. ദാ ആ മുറിയിലുണ്ട്. അവർ ആദ്യയുടെ മുറിയിലേക്ക് കൈ ചൂണ്ടി. അവൾ അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങിയതും കല്യാണി അവളുടെ കയ്യിൽ പിടിച്ചു. അവൾ തിരിഞ്ഞു നോക്കി. കാത്തിരിക്കുന്ന ആള് വരുമ്പോൾ പെട്ടെന്ന് മുന്നിൽ ചെന്ന ഒരു സുഖവുമില്ല. ഒരു സൂത്രൊപ്പിക്കാം. വന്നേ. മൃദുലയെ കൂട്ടി ആദിയുടെ മുറിയിലെത്തി. അവളെ വാതിലിന് മറവിൽ നിർത്തി. അപ്പോൾ ആദി കുളി കഴിഞ്ഞിറങ്ങുമായിരുന്നു. മുറിയിൽ കല്യാണിയെ കണ്ടതും, നീ എന്താ ഇവിടെ? അമ്പലത്തിലൊന്നും പോയില്ലേ? തല തുവർത്തിക്കൊണ്ട് അവൻ ചോദിച്ചു. പോയില്ലേട്ടാ. അവൾ വിഷമം മുഖത്തണിഞ്ഞു. എന്തുപറ്റി ഏട്ട കാന്താരിക്ക്? ഏട്ടാ. എന്താടാ? ഏട്ടനീ ലോകത്ത് ഏറ്റവും പ്രിയപ്പെട്ടതാരാ? അതെന്താ അങ്ങനെ ചോദിച്ച പെണ്ണേ? ഏട്ടൻ പറ. അമ്മ, പാറു, നീയ്, പിന്നാരാ? എൻ്റെ മൃദു. ഞാനൊരു സമ്മാനം തരട്ടെ ഏട്ടന്. എന്താടി? കണ്ണടച്ചേ. കളിക്കാതെ കാര്യം പറ കല്ലൂസ്. കണ്ണടച്ചേ. അവൻ പതിയെ കണ്ണുകൾ അടച്ചു. പിന്നെ ഒരു കണ്ണടച്ച് ഒളിച്ചു നോക്കി. കളക്കളിയാണേ ഞാൻ പോവാ. ഏട്ടൻ്റെ കാന്തരി പിണങ്ങല്ലേ, ഏട്ടൻ കണ്ണടയ്ക്കാം. അവൻ ഇമകൾ അടച്ചു. മൃദുവിനെ അവൻ്റെ മുന്നിലേക്ക് നീക്കി നിർത്തി. എന്നിട്ടവൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട്, ഏട്ടാ ഇനി കണ്ണു തുറന്നോ? അവൻ കണ്ണുകൾ തുറന്നു. മുന്നിൽ മൃദുവിനെ കണ്ടതും വിശ്വസിക്കാനാവാതെ ഇമകൾ ചിമ്മിയടച്ചു.
പിന്നെ മെല്ലെ തുറന്നു. മൃദു, ആദി. അവൾ അവനരികിലേക്ക് എത്തിയതും അവനെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവനെ പുണരാനായി അവൾ ആഞ്ഞപ്പോൾ അവൻ പിന്നിലേക്ക് മാറി. അവൾ അവനെ ഒന്ന് നോക്കി. ഇത്രയും നാളിന് ശേഷം നീ ഇപ്പോഴാണോ എന്നെ ഓർത്തേ? ആദി, പിണങ്ങല്ലേ. ഓർക്കാഞ്ഞിട്ടല്ല, അന്വേഷിക്കാഞ്ഞിട്ടും അല്ല. എല്ലാം ഞാൻ അറിയുന്നുണ്ടായിരുന്നു. പണിക്കരമാവൻ വഴി ആദിയുടെ അമ്മാവനാണ് പണിക്കർ. ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.